സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മംഗലം കളിയും ചലച്ചിത്ര താരം ആശാ ശരത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച സ്വാഗത നൃത്തത്തോടും കൂടിയാണ് 62ാമത് സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചത്. കലോത്സവം കുട്ടികളുടെ മത്സരമാണെന്നും രക്ഷിതാക്കളുടെയല്ലെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവരങ്ങളുമായി മനീഷ, കലോത്സവ വേദികളിൽ മത്സരങ്ങളെല്ലാം പുരോഗമിക്കുകയാണോ? കൊല്ലത്ത കലയുടെ മാമാങ്കത്തിന് രാവിലെ മുതൽ തുടക്കമായി. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിശേഷങ്ങൾ? നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് കലോത്സവം. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രമം മൈതാനത്തെ വേദി ഒന്നിലാണ്. പ്രധാനപ്പെട്ട വേദിയാണിത്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് തന്നെ ഇപ്പോൾ വേദി ഒന്നിൽ പ്രധാനമായിട്ടും നടക്കുന്നത് മോഹിനിയാട്ട മത്സരമാണ്. രാവിലെ തുടങ്ങിയ മത്സരം, അതായത് ഉത്സവത്തിന് ശേഷം തുടങ്ങിയ മത്സരം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മീഡിയ പവലിയന് മുന്നിലാണ്. ഇവിടെ നമ്മൾ രാവിലെ മുതൽ കണ്ടു നിരവധി പ്രതിഭകളാണ് നമ്മുടെ പവലിയനിലാണെങ്കിലും വേദിയിലാണെങ്കിലും മാറ്റുരച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഭകളാണ്. അതിന് ഒരു മാറ്റമില്ലാതെ നമ്മുടെ പ്രേക്ഷകരും കണ്ടതാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇവിടെ ഇപ്പോഴും മോഹിനിയാട്ട മത്സരം വേദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5:00 കൂടിയായിരിക്കും അടുത്ത മത്സരം ആരംഭിക്കുക. അതായത് വേദി മറ്റ് മത്സരങ്ങൾ ഓരോന്നിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ചൂട് ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. കുറച്ചു നേരം മുമ്പ് വരെ വളരെയധികം കഠിനത്തിലുള്ള ചൂട് ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു മഴക്കാറ് എന്നൊക്കെ പറയുന്ന രീതിക്ക് ഇവിടെ ചൂട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കലോത്സവ വേദി, കലോത്സവ പരിസരമൊക്കെ തന്നെ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. വളരെയധികം ആളുകളാണ് ഇപ്പോൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ആകെ തന്നെ ഈ ആശ്രമ മൈതാനത്തുണ്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ അതായത് വേദി ഒന്നായിട്ടുള്ള ഈ ആശ്രമ മൈതാനം തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. വിഷ്ണു ശർമ്മ. മനീഷ, അതോടൊപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മത്സരങ്ങളെല്ലാം കുട്ടികളുടേതാണ്, വിദ്യാർത്ഥികളുടേതാണ്, രക്ഷിതാക്കളുടേതല്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, മുൻ കലോത്സവങ്ങളിലെല്ലാം തന്നെ അപ്പീലിന് പോകുന്നു, പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമാണ് കലോത്സവത്തിൻ്റെ. ഈ സമയം വരെയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും വേദികളിൽ ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതായാലും ഇപ്പോൾ അത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന, അതൊരു അപ്പീലിലേക്കൊക്കെ പോകുന്ന രീതിക്ക് ഒരു റിപ്പോർട്ട് ചെയ്തതായത് അറിയാൻ കഴിയുന്നില്ല. പ്രധാനമായിട്ടും രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അങ്ങനെ ഒരു കുഴപ്പം, അവർക്കൊരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കുഴപ്പം മാതാപിതാക്കളുടെ ഭാഗത്തൊന്നും ഉണ്ടാവരുത്. കാരണം നമുക്ക് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ്, മാതാപിതാക്കൾ കുട്ടികളെ വലിച്ചിഴച്ച് വളരെയധികം ബുദ്ധിമുട്ടിച്ച് വേദികളിൽ ഒരു സമ്മാനം വാങ്ങിയേ പറ്റൂ എന്ന നിർബന്ധത്തിൽ കുട്ടികളെ വേദിയിൽ എത്തിച്ച്, അത് നൃത്തമാണെങ്കിൽ നൃത്തം, അല്ലെങ്കിൽ പാട്ട് ഒക്കെ തന്നെ അത് നിർബന്ധമായി ചെയ്യിക്കുന്ന ഒരു കാര്യം മുൻപത്തെ വർഷങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇന്നത്തെ ഉദ്ഘാടന ദിവസം രാവിലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇത്തരത്തിലൊരു വാക്ക് കൂട്ടിച്ചേർത്ത് അതുകൊണ്ടായിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പ്രധാനമായിട്ടും മാതാപിതാക്കൾ അങ്ങനെ ചെയ്യരുത്. കുട്ടികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു വേദി മാത്രമാണിത്. മത്സരത്തിൽ സമ്മാനമല്ല, പങ്കെടുക്കുക, അതിൽ പുരോഗതി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഓരോ വേദിയിലും, അതായത് സ്കൂൾ കലോത്സവത്തിൽ ഓരോ വേദിയിലും നമ്മൾ കുട്ടികളെ അതിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞതിനും അർത്ഥം. അത് അന്വർത്ഥമാക്കുന്ന കാര്യങ്ങളാണ് ഓരോ വേദിയിലും, ഓരോ വിദ്യാർത്ഥികളും ഓരോ മത്സര വേദികളിലും ഒക്കെ തന്നെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മികച്ച പ്രകടനം, ഒന്നിനൊന്ന് മികച്ചതെന്ന് പറയാൻ പറ്റുന്ന പ്രകടനങ്ങളാണ് ഓരോ കുട്ടികളും വേദിയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. വിഷ്ണു ശർമ്മ. ശരി, ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കലാമാമാങ്കത്തിന് കൊല്ലത്ത് അരങ്ങേറിയിരിക്കുകയാണ്. ഇന്നു മുതൽ കലോത്സവം ആരംഭിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ കലോത്സവ വാർത്തകളും വിശേഷങ്ങളും എല്ലാം ജനൻ ടി വിയിലൂടെ തത്സമയം കാണാം. കൊല്ലത്ത് നിന്ന് മനീഷാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്.